Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah alladzi hadana li hada wa ma kunna linahtadiya laula an hadana Allah. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നൊരു സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിൽ ഞാനൊരു ചിത്രം കാണിക്കാം. അതാരാണെന്ന് അറിയുന്ന ആൾ ആദ്യം ഒന്ന് കൈപ്പൊക്കണേ. സമ്മാനമൊന്നുമില്ല, പിന്നെ അറിയുന്ന ആൾ കൈപ്പൊക്കിയാൽ മതി. ഇതവിടെ ആദ്യം കൈപ്പൊക്കിയ അനീസ്ക, ഇമാം അൽബാനി റഹ്മഹുല്ലാ. ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹിൻ്റെ ഫോട്ടോ കാണിക്കാനുള്ള കാരണം, അദ്ദേഹം അൽബേനിയക്കാരനാണ്. അഥവാ യൂറോപ്പിലെ തെക്ക് കിഴക്കൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് അൽബേനിയ. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ സിറിയയിലേക്ക് കൊണ്ടുപോയി. പാപ്പാക്ക് സിറിയനോട് വലിയ താല്പര്യം ഉണ്ടായപ്പോൾ സിറിയയിലേക്ക് കൊണ്ടുപോവുകയും അവിടെയാണ് പിന്നീട് അദ്ദേഹം പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഉസ്താദ് സിറിയയിലെ അറബികളായ ആളുകൾ ഉത്തരം പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് ഉത്തരം പറയാനാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹിയാണ്. അറബി ഭാഷയിൽ വലിയ പ്രാവീണ്യം അദ്ദേഹം നേടി. ഹദീസിൻ്റെ വിഷയത്തിൽ തഹ്രീജും തഹ്ഖീഖും നടത്തിയ പണ്ഡിതനാണ് ഇമാം അൽബാനി. നമ്മളിപ്പോൾ ഒരു ഹദീസ് എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ കാണാൻ കഴിയും സഹഹു ഇമാം അൽബാനി. ഇമാം അൽബാനി ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഹദീസ് വഈഫ് ആണെന്ന് ഇമാം അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഹദീസുകളെ കുറിച്ചും തഹ്രീജും തഹ്ഖീഖും നടത്തിയ പണ്ഡിതനാണ് ഇമാം അൽബാനി. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഇമാം അൽബാനിയെ കുറിച്ച് പറയാനുള്ള കാരണം, അദ്ദേഹം അറബി അല്ല, അനറബിയായ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന് കഴിയും. അതിന് വേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും താല്പര്യമാണ്. അള്ളാഹു ദീൻ അധികമായി പഠിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വിഷയം ഫിഖ്ഹാണ്. ഞാൻ ഈ ഒരു അൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഫിഖ്ഹിൻ്റെ ഫസ്റ്റ് ക്ലാസ് എടുത്തിരുന്നു. അത് ഓർമ്മ ഉണ്ടോ? ഒരു 3 ഘട്ടം പറഞ്ഞിരുന്നു. എന്താണ് 3 ഘട്ടം എന്നുള്ള ഓർമ്മ ഉണ്ടോ? ഫിഖ്ഹിൻ്റെ കാലഘട്ടത്തിൽ 3 ഘട്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫിഖ്ഹി വിഷയങ്ങൾ, മസലകൾ, കർമ്മശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയാൻ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഇനി പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്തിൻ്റെ ആ കാലഘട്ടമാണ്, അവരതിന് മറുപടി പറയും. പിന്നീട് അതേപോലെ തന്നെ 4 ഇമാമുമാരുടെ കാലഘട്ടമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫിഖ്ഹിലേക്ക് തുടങ്ങുകയാണ്, ഫിഖ്ഹ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഫിഖ്ഹ് ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ അൽ-ഇത്ഖാനിലെ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, അവർ പഠിച്ച വിഷയങ്ങളാണ്. ത്വഹാറത്ത് അവരിതിനു മുമ്പ് പഠിച്ചതാണ്. പക്ഷേ ഫിഖ്ഹ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ത്വഹാറത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അതറിയാത്ത ആളുകളിലേക്ക് അവർക്കൊരു പുതിയ അറിവിന് വേണ്ടിയിട്ടും പഠിച്ച ആളുകൾക്ക് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഖ്ഹ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വൃത്തിക്കും ശുദ്ധിക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. നമുക്കറിയാം, മക്കയിലും മദീനയിലും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പോലെ വെള്ളം മക്കയിലും മദീനയിലും ലഭിക്കുന്നില്ല. അവിടെ സംസം വെള്ളം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ബാത്റൂം പോകുമ്പോൾ തുടങ്ങിയ വിഷയങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മലമൂത്ര വിസർജനത്തിനൊന്നും സംസം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ മക്കയിലും മദീനയിലും വെള്ളം കുറവാണ്. എന്നിട്ടും ഇസ്ലാം ശുദ്ധിക്കേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മദീനയിൽ
ജൂതന്റെ റൂമാ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ റൂമാ കിണർ ആരാണോ വാങ്ങണത് അവർക്ക് സ്വർഗ്ഗം ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് നൽകിയ സ്വഹാബിയാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്ലാം ശുദ്ധിക്കേറെ പ്രാധാന്യമുണ്ട്. വെള്ളം കുറവായിട്ട് പോലും ശുദ്ധി ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം ആരംഭിച്ചപ്പോൾ അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒന്നാമതായി കൊണ്ടുവന്നത് കിതാബുൽ വഹ്യ് എന്ന് പറയുന്ന ഭാഗത്തിൽ വഹയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത്. അഥവാ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വഹയാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അസ്ലി വഹയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം വഹയ് പറഞ്ഞു. പിന്നെ ആ വഹയ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതുകൊണ്ട് രണ്ടാമത് എന്ത് പറഞ്ഞു? കിതാബുൽ ഈമാൻ പറഞ്ഞു. കിതാബുൽ ഈമാൻ പറഞ്ഞാൽ വിശ്വസിച്ചാൽ പിന്നെ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കർമ്മപദത്തിലേക്ക് കടക്കുക എന്നുള്ളത്. ആ കർമ്മപദത്തിലേക്ക് കടക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അറിവ് വേണം. അപ്പോൾ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു കിതാബുൽ ഇൽമ്. ഇൽമ് കിട്ടിയാലോ പിന്നെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് എന്ത് വേണം? ശുദ്ധി വേണം. അപ്പോൾ നാലാമത് പറഞ്ഞു ശുദ്ധി, പിന്നെ പറഞ്ഞു പ്രവർത്തനം. ഇങ്ങനെയാണ്. അപ്പോൾ അവരൊരു കിതാബ് രചിക്കുമ്പോൾ വെറുതെ കണ്ട് എഴുതല്ല, രാവിലെ എഴുന്നിട്ട് വെറുതെ കണ്ട് എഴുതി തുടങ്ങിയതല്ല. ഓരോ ഭാഗങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് അത് പ്ലാൻ ചെയ്തിട്ടാണ് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ ഇന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഇപ്പോൾ പറഞ്ഞാൽ, ഒരു മുസ്ലിം ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇശാ നിസ്കാരം അയാൾക്ക് എന്താണ്? നിർബന്ധമാണ്. ആ ഇശാ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ശുദ്ധി ഉണ്ടാകണം. അപ്പം അയാൾ ജനാപത്തുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതെങ്കിൽ അവൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടെങ്കിൽ അവൾ നിസ്കരിക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ മുമ്പ് അവരെന്ത് വേണം? ശുദ്ധി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ആദ്യം എന്ത് പഠിപ്പിക്കണത്? ത്വഹാറത്ത് പഠിപ്പിക്കണത്. മനസ്സിലായില്ലേ? ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ പിന്നെ അടുത്ത വക്ത് നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ എന്ത് വേണം? ശുദ്ധി വേണം. അതിനാണ് ആദ്യമായിക്കൊണ്ട് ത്വഹാറത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി പിന്നെ ശുദ്ധി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ. നമുക്ക് കാണാൻ കഴിയും ശുദ്ധി രണ്ട് വിധമാണ്. ശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വിധം. ഒന്ന് മാനസിക ശുദ്ധി, രണ്ട് ശാരീരിക ശുദ്ധി. എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണേ. ഒന്ന് മാനസിക ശുദ്ധി, രണ്ട് ശാരീരിക ശുദ്ധി. എന്താ മാനസിക ശുദ്ധി എന്ന് പറഞ്ഞാൽ? ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാക്കിൽ നിന്നും ശുദ്ധിയാകലാണ്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാക്കിൽ നിന്നുള്ള ശുദ്ധിയാണ് മാനസിക ശുദ്ധി. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കീങ്ങളായ ആളുകളൊക്കെ നജസാണെന്ന് പറഞ്ഞു. അതിനർത്ഥം ഒരു മുശ്രിക്കിനെ തൊട്ടാൽ കുളിക്കണം എന്നാണോ? അല്ലെങ്കിൽ അവനെ തൊട്ടാൽ ഉളൂ ചെയ്യണം എന്നാണോ? അല്ല. അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കുഫറുണ്ട്. അവൻ്റെ ഉള്ളിൽ ശിർക്ക് എന്ന് പറയുന്ന നജസുണ്ട്. അവൻ്റെ ഉള്ളിൽ നിഫാഖ് എന്ന് പറയുന്ന നജസുണ്ട്. അതാണ് മാനസിക ശുദ്ധി എന്ന് പറഞ്ഞാൽ. നമുക്കുള്ള ചർച്ച എന്താ? മാനസിക ശുദ്ധിയല്ല, നമ്മുടെ ചർച്ച ശാരീരിക ശുദ്ധിയാണ്. ഫിഖ്ഹിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ശാരീരിക ശുദ്ധി. അപ്പോൾ ഫിഖ്ഹിൽ രണ്ട് തരം ശുദ്ധികളുണ്ട്. ഒന്ന് മാനസിക ശുദ്ധി, രണ്ട് ശാരീരിക ശുദ്ധി. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കാണ് ഇന്നമൽ മുശ്രികൂന നജസുൻ. അല്ലെങ്കിൽ പിന്നെ ഹദീസിൽ കാണാൻ കഴിയും ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. തീർച്ചയായും മുഅ്മിനെ നജസ് ബാധിക്കൂല. അതിനർത്ഥം മുഅ്മിനിൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ടാകൂല എന്നല്ല. മുഅ്മിനിന് എന്തുണ്ടാകൂല? ശിർക്ക് ഉണ്ടാകൂല, കുഫർ ഉണ്ടാകൂല, നിഫാഖ് ഉണ്ടാകൂല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാനസിക ശുദ്ധി. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച ശാരീരിക ശുദ്ധിയാണ്. എന്താണ് ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ? ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ്. ഈ ഭാഗം പഠിക്കണേ. ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാകുക. ഒന്ന് പറയും, ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാകുക. അത് മാത്രമേ ഒന്ന് പഠിക്കണുള്ളൂ, വേറൊന്നും പഠിക്കണില്ല. അപ്പോൾ എന്താണ് ചർച്ച ഉണ്ടാകും? എന്താണ് ഹദസ്, എന്താണ് നജസ്? അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. അപ്പോൾ എന്താണ് ഹദസ് എന്ന് പറഞ്ഞാൽ?
ഹദസ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്ത അവസ്ഥക്കാണ് ഹദസ് എന്ന് പറയാം. ശുദ്ധിയില്ലാത്ത അവസ്ഥക്കാണ് ഹദസ് എന്ന് പറയാം. ഹദസ് രണ്ട് വിധാണ്. ഏതൊക്കെ? ഹദസുൻ അക്ബറുൻ, ഹദസുൻ അസ്ഗറുൻ. എന്താ ഹദസുൻ അക്ബർ എന്ന് പറഞ്ഞാൽ? വലിയ ശുദ്ധി. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾക്കാണ് വലിയ അശുദ്ധി എന്ന് പറയാം. ഇപ്പം എന്തൊക്കെയാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ? കുളിച്ചാലേ അവരുടെ നിസ്കാരം ശരിയാകുള്ളൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഏതൊക്കെ? ഇപ്പോൾ ജനാപത്തുകാരനായാൽ, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ നിസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? കുളിക്കണം. ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ ആ നിസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? കുളിക്കണം. അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? ഹദസുൻ അക്ബർ. ഇനി വുളു ഇല്ലാത്ത അവസ്ഥക്കാണ് ഹദസുൻ അസ്ഗർ. വുളു ഇല്ലാത്ത അവസ്ഥ, അതിനാണ് ചെറിയ അശുദ്ധി, ഹദസുൻ അസ്ഗർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഒന്ന് ഓടിച്ചു വരണേ. നമ്മൾ ആദ്യം പറഞ്ഞു ഫിഖ്. ആ ഫിഖിൽ ആദ്യം പഠിക്കുന്ന ഭാഗം ഏതാ? ത്വഹാറത്താണ്. എന്താണ് ആദ്യം ത്വഹാറത്ത് പഠിക്കാനുള്ള കാരണം? ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ പിന്നെ അയാളുടെ മേലിൽ നിർബന്ധമാണ് നിസ്കാരം. ആ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ശുദ്ധി വേണം. അപ്പോൾ രണ്ട് തരം ശുദ്ധികളുണ്ട്. ഒന്ന് മാനസിക ശുദ്ധി, രണ്ട് ശാരീരിക ശുദ്ധി. എന്താ മാനസിക ശുദ്ധി എന്ന് പറഞ്ഞാൽ? അത് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നുള്ള ശുദ്ധിയാണ്. അള്ളാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്ക് നജസാണെന്ന് പറയാനുള്ള കാരണം അവൻ്റെ ഉള്ളിൽ ഷിർക്കുണ്ട്, അവൻ്റെ ഉള്ളിൽ കുഫറുണ്ട്, അവൻ്റെ ഉള്ളിൽ നിഫാഖുണ്ട്. നമ്മുടെ ചർച്ച അതല്ല, നമ്മുടെ ചർച്ച ശാരീരിക ശുദ്ധിയാണ്. അപ്പോൾ ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ്. ഹദസ് എത്രണ്ണാണ്? രണ്ടെണ്ണം. ഹദസുൻ അക്ബറുൻ, ഹദസുൻ അസ്ഗറുൻ. എന്താ ഹദസുൻ അക്ബർ എന്ന് പറഞ്ഞാൽ? വലിയ അശുദ്ധി. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ. ഹദസുൻ അസ്ഗർ എന്ന് പറഞ്ഞാലോ ചെറിയ അശുദ്ധി, വുളു ഇല്ലാത്ത അവസ്ഥ. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അപ്പോൾ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നാ. അപ്പോൾ എന്താ നജസ് എന്ന് പറഞ്ഞാൽ? മതപരമായി അഴുക്കാണ് എന്ന് വിധിക്കപ്പെട്ട വസ്തുവിനാണ് നജസ് എന്ന് പറയാം. മതപരമായി അഴുക്കാണ് എന്ന് വിധിക്കപ്പെട്ട വസ്തുവിനാണ് നജസ് പറയാം. നജസ് രണ്ട് വിധാണ്. നജസുൻ ഐനിയുൻ, നജസുൻ ഹുക്കുമിയുൻ. ഇതൊന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നജസുൻ ഐനിയുൻ എന്ന് പറഞ്ഞാൽ വസ്തു തന്നെ നജസായത്. ഉദാഹരണം പറഞ്ഞാൽ നായ, അതേപോലെ തന്നെ പന്നി, മനുഷ്യൻ്റെ മൂത്രം, കാഷ്ടം, ആ വസ്തു തന്നെ എന്താ? നജസാണ്. എന്നാൽ നജസുൻ ഹുക്കുമിയുൻ എന്ന് പറഞ്ഞാൽ വസ്തു നജസല്ല, അതിലേക്ക് നജസ് കലരുമ്പോൾ മാത്രം നജസാകുന്നത്. ഇപ്പം എൻ്റെ ഈ വസ്ത്രം ഇത് നജസാണോ? അല്ല. എന്നാൽ ഇതിലേക്ക് മൂത്രമായാലോ? ഇത് നജസായി. എൻ്റെ വസ്ത്രത്തിലേക്ക് കാഷ്ടായാലോ? നജസായി. അപ്പോൾ ഒരു വസ്തു, ആ വസ്തുവിലേക്ക് നജസ് കലരുമ്പോൾ മാത്രം നജസാകുന്നത്, അതാണ് നജസുൻ ഹുക്കുമിയുൻ. നജസ് രണ്ട് വിധമുണ്ട്. ഒന്ന് വസ്തു തന്നെ നജസായത്, അത് നായ, പന്നി, മനുഷ്യൻ്റെ മൂത്രം, കാഷ്ടം തുടങ്ങിയ വിഷയങ്ങളാണ്. എന്നാൽ ഹുക്കുമിയും എന്ന് പറഞ്ഞാൽ വസ്തു നജസല്ല, എന്നാൽ അതിലേക്ക് നജസ് കലരുമ്പോഴോ അപ്പോൾ അത് നജസാകണത്. ഇതാണ് നജസുൻ ഹുക്കുമിയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ന് ചെറിയൊരു പോയിൻ്റാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഈ നജസായാൽ നജസെന്ന് ശുദ്ധിയാകാൻ എന്ത് വേണം? കഴുകണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. ആ വെള്ളം 3 വിധമാണ്: തൊഹൂറ, ത്വാഹിറ, നജസ്. അത് അടുത്ത ക്ലാസ്സിൽ. ഈ വെള്ളം എടുക്കണമെങ്കിൽ പാത്രം വേണ്ടേ? അപ്പോൾ ആ പാത്രം എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റൂല, അത് അതിന് ശേഷമുള്ള ക്ലാസ്. ഇതാണ് ഫിഖ്. ഭയങ്കര രസമാണ്. നമ്മൾ ഒന്ന് താല്പര്യത്തിലിരിക്കുകയാണെങ്കിൽ ഏറ്റവും രസത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഫിഖ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ ശുദ്ധിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം തുടങ്ങിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു രീതിയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ അതിനുശേഷം 2 തരം ശുദ്ധികളാണ്. ഒന്ന് മാനസിക ശുദ്ധി, 2 ശാരീരിക ശുദ്ധി. എന്താ മാനസിക ശുദ്ധി എന്ന് പറഞ്ഞാൽ? ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നുള്ള ശുദ്ധിയാകലാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്ക് നജസുകളാണെന്ന് പറയുമ്പോൾ
അവിടെ മുശ്രിക്കിനെ തൊട്ടാൽ കുളിക്കണം, അല്ലെങ്കിൽ മുശ്രിക്കിനെ തൊട്ടാൽ വുളൂ ചെയ്യണം എന്നല്ല. അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ശിർക്ക് എന്ന് പറയുന്ന നജസ് ഉണ്ട്, അവൻ്റെ ഉള്ളിൽ കുഫ്ര എന്ന് പറയുന്ന നജസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കുള്ള ചർച്ച ഏത് വിഷയമാണ്? ശാരീരിക ശുദ്ധിയാണ്. എന്താ ശാരീരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ? ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. അപ്പം എന്താ ഹദസ് എന്ന് പറഞ്ഞാൽ? ഹദസ് എന്ന് പറഞ്ഞാൽ രണ്ട് വിധമാണ്. ശുദ്ധി ഇല്ലാത്ത അവസ്ഥക്കാണ് ഹദസ് എന്ന് പറയുക. ഹദസ് രണ്ട് വിധം: ഹദസുൻ ഐനി, പിന്നെ അക്ബറുൻ, ഹദസുൻ അസ്ഗറുൻ. ഒന്ന് വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാര്യം. അപ്പോൾ ആ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ജനാപത്തുകാരനായാൽ, സ്വപ്നസ്കാരനുണ്ടായാൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ. ഹദസുൻ അസ്ഗർ, ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്ത അവസ്ഥ. ഇനി നജസിൽ നിന്ന് ശുദ്ധിയാവുക, മതപരമായി അഴുക്ക് എന്ന് വിധിക്കപ്പെട്ട വസ്തുക്കൾക്കാണ് നജസ് എന്ന് പറയുക. നജസ് എത്രണ്ണുണ്ട്? രണ്ടെണ്ണം: ഐനിയുൻ, ഹുക്കുമിയുൻ. ഒന്ന് വസ്തു തന്നെ നജസായത്, രണ്ട് വസ്തു നജസല്ല, അതിലേക്ക് നജസ് കലരുമ്പോൾ മാത്രം നജസാകുന്നത്. അപ്പോൾ വസ്തു തന്നെ നജസായതിന് ഉദാഹരണം എന്താണ്? നായ, പന്നി, മനുഷ്യൻ്റെ കാഷ്ടം, മൂത്രം തുടങ്ങിയ വിഷയങ്ങൾ. ഹുക്കുമിയുൻ എന്നാലോ വസ്ത്രം, അത് നജസല്ല, അതിലേക്ക് ആ വസ്ത്രത്തിലേക്ക് നജസ് കലരുമ്പോഴോ അപ്പോൾ അത് നജസായി മാറും. അതാണ് നജസുൻ ഹുക്കുമിയുൻ എന്നുള്ളത്. അപ്പോൾ ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ആ നജസ് ശുദ്ധീകരിക്കാൻ വെള്ളം വേണം. ഏതൊക്കെ വെള്ളം പറ്റും, ഏതൊക്കെ വെള്ളം പറ്റൂല, എന്താണ് തൊഹൂറ്, എന്താണ് ത്വാഹിർ, ആ വെള്ളം എടുക്കാൻ എന്ത് വേണം? പാത്രം വേണം. അതിൽ എന്തൊക്കെ പാത്രം പറ്റും, എന്തൊക്കെ പാത്രം പറ്റൂല. അലുമിനിയം പാത്രം പറ്റൂ, ചെമ്പിൻ്റെ പാത്രം പറ്റൂ. ഇതൊന്നും നബിൻ്റെ കാലത്തില്ലല്ലോ. ഇരുമ്പിൻ്റെ പാത്രം, അലുമിനിയത്തിൻ്റെ പാത്രം നബിൻ്റെ കാലത്തില്ല. അപ്പോൾ അത്തരം പാത്രങ്ങൾ എടുക്കാൻ പറ്റുമോ? സ്വർണത്തിൻ്റെ പാത്രം പറ്റൂ. പിന്നെ സ്വർണത്തിൻ്റെ പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്, പക്ഷെ പാത്രം ഉപയോഗിക്കാൻ പറ്റൂ. തുടങ്ങിയ മസലകളാണ് ഫിഖ്ഹിൽ ഇനി അടുത്തത് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال.